بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد ബഹുമാനിയരായ സഹോദരന്മാരെ, സൂറത്തുൽ ഖസസ് 58-59 ഈ രണ്ട് വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. وكم أهلكنا ശ്രദ്ധിച്ച് ഓതേണ്ട വചനങ്ങളാണ്. പ്രത്യേകിച്ച് അക്ഷരങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി മഖ്റജിൽ നിന്ന് അതിൻ്റെ സിഫാത്തുകളെല്ലാം പൂർത്തിയാക്കി ഓതണം. വക്യം, ഇതിൽ സക്കിനത്ത മീമിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് വക്യം അഹ്ലക്ന. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ക്യാഫിന്റെ ഉച്ചാരണം. അഹ്ലക്ന, ഹാ, ക്യാഫ്, സാക്കിനത്തായ ഈ അക്ഷരങ്ങളെല്ലാം സൂക്ഷ്മതയോടെ പാരായണം ചെയ്യുക. മഹ്മൂസായ ഹർഫുകളാണ് ഹാവും ക്യാഫുമെല്ലാം. അതോടൊപ്പം ഹംസ, ഖാഫ് ഇവയ്ക്കൊക്കെ ഷിദ്ദത്തുമുണ്ട്. വകം അഹ്ലക്ന മിൻ ഖർയ, ഇതിൽ മിൻ എന്നതിലെ സക്കിനത്താനൂൻ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, അവ്യക്തമാക്കി മണിക്കണം. മണിക്കലിൽ തഫ്ഖീം വേണ്ടതാണ്. തടിപ്പിച്ചുകൊണ്ട് ഉള്ള ശബ്ദം വേണം. കാരണം ശേഷമുള്ള അക്ഷരം ഇസ്തിഅലാഇന്റെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കപ്പെടുന്ന 7 അക്ഷരങ്ങളിൽ ഒന്നായ ഖാഫ് ആകുന്നു. ഖുസ്സ, ദിഗ്തിൻ, ഖിൽ, ഖാ, സാദ്, ദ്വാദ്, ഗൈൻ, ത്വാ, ഖാഫ്, വാ. ഈ 7 അക്ഷരങ്ങൾക്കാണ് ഹുറൂഫുൽ ഇസ്തിഅല എന്ന് പറയുക. ഇതിൽപ്പെട്ട ഒന്നാണ് ഖാഫ്. ഖാഫിന്റെ തൊട്ടു മുമ്പിലാണ് സാക്കിനത്താനൂൻ വന്നത്. ഇവിടെ ഇഖ്ഫ ചെയ്ത് അവ്യക്തമാക്കി മണിക്കുന്നതോടൊപ്പം ആ മണിക്കലിൽ ഖാഫിന് നൽകുന്നതായ ആ തഫ്ഖീം ഉണ്ടായിരിക്കണം. മിൻ ഖർയ, ഖാഫിനെ തടിപ്പിക്കണം. ആ തടിപ്പിക്കൽ നൂനിന്റെ മണിക്കലിലും വേണം. മിൻ ഖർയ. അപ്പോൾ വകം അഹ്ലക്നാ മിൻ ഖർയ. ഖർയ ഈ പദത്തിൽ ഖാഫിന് തഫ്ഖീം ചെയ്യണം എന്ന് പറഞ്ഞു. ശേഷമുള്ള റാഇനും തഫ്ഖീം ചെയ്യണം. തടിപ്പിച്ച് റാഇനെ ഉച്ചരിക്കണം. റാഇന് സുക്കൂനാണ്. തൊട്ടുമുമ്പിൽ ഫത്ഹ വന്നിട്ടുണ്ട്. ഇക്കാരണത്താൽ റാഇന് തഫ്ഖീം നൽകണം എന്നതാണ്. ഖർയ. എന്നാൽ ഇതുവരെ നമ്മൾ ഈ പറഞ്ഞ ഭാഗത്തിൽ ഖാഫും റാവും മാത്രമേ തഫ്ഖീം ചെയ്യേണ്ടതുള്ളൂ. മറ്റക്ഷരങ്ങൾക്കൊന്നും ഇവിടെ തഫ്ഖീം വരുന്നില്ല. വകം, വകം എന്ന് പറയരുത്, മറിച്ച് വകം അഹ്ലക്നാ മിൻ ഖർയ, മിൻ ഖർയതിൻ ബതിറത്. ഇവിടെ ഖർയതിൻ ബതിറത് എന്ന് പറയുക. ഖർയത്തിൻ എന്നതിലെ തൻവീൻ ശേഷം ബാ വന്നതുകൊണ്ട് തൻവീനിനെ ഇഖ്ലാബ് ചെയ്യണം എന്നതാണ് നിയമം. ഇഖ്ലാബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ബാ ചുണ്ടിൽ നിന്നും ഉച്ചരിക്കുന്ന അക്ഷരമാണ്. ആ ബായിനോട് യോജിക്കുന്ന ശബ്ദമാണ് സാക്കിനത്താനൂനിനും തൻവീനിനും മീമിന്റെ ശബ്ദം എന്നത്. അതിനെ മാറ്റി മീമാക്കി മാറ്റുക എന്നത്. അപ്പോൾ ഇവിടെ തൻവീനിനെ നമ്മൾ മീമാക്കി മാറ്റുകയാണ്. കാരണം ശേഷം ബാ വ്യക്തമായി ഉച്ചരിക്കപ്പെടണം എന്നതുകൊണ്ട്, അഥവാ ബായിന് അനുയോജ്യമായ ശബ്ദമാണ് മീമിൻ്റെത് എന്നതുകൊണ്ട്. അതുകൊണ്ട് മീമാക്കി തൻവീനിനെ മാറ്റി മറിക്കുക. അതിനാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്. ഇവിടെ മീമാക്കി മാറ്റുക എന്ന പ്രക്രിയയോടൊപ്പം
അതിന് മണിക്കുക എന്ന സ്വഭാവം നൽകണം. കൂടാതെ ഇഖ്ഫാ ഷഫവി എന്നതാണ് മീമിന് നൽകേണ്ടതായ നിയമം. ആ നിയമം ഇവിടെയും പാലിക്കപ്പെടണം. അപ്പോൾ തിം എന്ന് പറഞ്ഞ് ചുണ്ട് കരത്തി വെക്കണം. തിം എന്ന് പൂർണ്ണമായും മീമ് വ്യക്തമാക്കി ഇൽഹാർ ചെയ്ത് ചുണ്ട് അടച്ചു വെച്ച് അമർത്തി വെച്ചുകൊണ്ട് ഉച്ചരിക്കുകയല്ല വേണ്ടത്. മറിച്ച് മീമിനെ ഇഖ്ഫാ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുണ്ടുകൾ വിടർത്തി വെച്ച് ഉച്ചരിക്കുക. എന്നാൽ അവിടെ ചുണ്ടുകൾക്കിടയിൽ വിടവ് ആവശ്യമില്ല. അങ്ങനെ പറയാറുള്ളത് തെറ്റാണ്. അങ്ങനെ വേണ്ടതില്ല. മറിച്ച് മിൻ ഖർയത്തിൻ ബതിറത് ഇസ്തിഫാലിന്റെ തർക്കീഖ് ചെയ്യേണ്ട അക്ഷരമാണ്. എന്നാൽ തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഅലാന്റെ അക്ഷരമാണ്. ത്വാഇന് കസ്റ ആയതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ തഫ്ഖീം കൊടുത്താൽ മതി. ശേഷം പൂർണ്ണമായി തഫ്ഖീം കൊടുക്കണം. അപ്പോൾ ബതിറത് എന്ന് ഉച്ചരിക്കുക. മിൻ ഖർയത്തിൻ ബതിറത് മഈശതഹ ഐന് വ്യക്തമാക്കി ഉച്ചരിക്കുക. മറ്റെല്ലാ അക്ഷരങ്ങളും ക്ലിയറായി വ്യക്തമാക്കുക. ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളാണെല്ലാം. ഫതിൽക മസാകിനുഹും ലം തുസ്കൻ. ഇവിടെ രണ്ട് സാക്കിനത്തെ മീം തുടരെയായി വരികയാണ്. മസാകിനുഹും അതുപോലെ ലം, ഇവ രണ്ടിനും ഇൽഹാർ ഷഫവി നൽകണം. മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ഫതിൽക മസാകിനുഹും ലം തുസ്കൻ മിൻ ബഅദിഹിം. ലം തുസ്കൻ എന്നതിലെ സാക്കിനത്തായ നൂനിന് ശേഷം മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. ലം തുസ്കൻ എന്ന് നൂന് തീരെ കേൾക്കാതെ പൂർണ്ണമായും മീമിന്റെ ശബ്ദം മാത്രമാക്കി മാറ്റുക. തുസ്കമ്മിൻ എന്ന് ഇദ്ഗാം ചെയ്യുക. മിൻ ബഅദിഹിം ഇവിടെയും വീണ്ടും ഇഖ്ലാബ് വരികയാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെയും ശ്രദ്ധിക്കുക. സാക്കിനത്തായ നൂനിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇഖ്ലാബ് ചെയ്യുക ബാഇന് മുമ്പിൽ വന്നതിനാൽ. ലം തുസ്കം മിൻ ബഅദിഹിം ഇല്ലാ ഖലീല. ബഅദിഹിം ഇവിടെ സാക്കിനത്തായ മീമുണ്ട്. ഇല്ല ശേഷം ഹംസയാണ്. ഇൽഹാർ ഷഫവി വെളിവാക്കി ഉച്ചരിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ വെളിവാക്കേണ്ട ഇൽഹാർ ചെയ്യേണ്ട സന്ദർഭത്തിലാണ് അക്ഷരങ്ങൾക്ക് സുക്കൂൻ എഴുതപ്പെടുക എന്ന് നാം ഒരടിസ്ഥാന നിയമം എന്ന നിലക്ക് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെ അതും നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. എഴുത്തിൽ സ്വീകരിച്ച മാനദണ്ഡം, അതായത് മീമിന് മുകളിൽ സുക്കൂൻ എഴുതപ്പെട്ടതുകൊണ്ട് തന്നെ വ്യക്തമാണ് അവിടെ ഇൽഹാറാണെന്ന്. മിൻ ബഅദിഹിം ഇല്ലാ ഖലീല. ഇൽഹാർ ഷഫവിയാണ് മീമിന് നൽകേണ്ടത്. ഖലീലൻ എന്ന് പറയുമ്പോൾ ഖാഫിനെ തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാന്റെ അക്ഷരമാണ്. തടിപ്പിച്ച് ഖാഫിനെ ഉച്ചരിക്കുക. വകുന്നാ നഹ്നുൽ വാരിസീൻ. വകുന്നാ നൂൻ മുശദ്ദദ, ശബ്ദ നൽകപ്പെട്ട നൂൻ വന്നിട്ടുണ്ട്. മണിച്ചുകൊണ്ട് നൂനിനെ ഉച്ചരിക്കണം. രണ്ട് ഹറക്കത്തിന്റെ അളവിൽ അതിന് ഉന്നത്ത് കൊടുക്കുക. വകുന്നാ നഹ്നുൽ വാരിസീൻ. നഹ്നുൽ വാരിസീൻ അങ്ങനെ തന്നെ പറഞ്ഞ് ശീലിക്കുക. ഹ വ്യക്തമാക്കി ഉച്ചരിക്കുക. അൽ വാരിസീൻ. വാവ് രണ്ട് ചുണ്ടുകളിൽ നിന്ന് തന്നെ വരണം. ചുണ്ട് വൃത്താകൃതിയിലായിരിക്കണം വാവ് ഉച്ചരിക്കുമ്പോൾ. നഹ്നുൽ വാരിസീൻ ഇസ്തിഫാലിന്റെ ഹർഫുകളാണ്. എല്ലാറ്റിനും തർക്കീഖ് കൊടുക്കുക, നേർപ്പിക്കുക, അഥവാ തഫ്ഖീമിന്റെ വിപരീതമായ ശബ്ദമായ തർക്കീഖ് നൽകുക. വമാ കാന റബ്ബുക. വമാ കാന റബ്ബുക. റാഇന് തഫ്ഖീം കൊടുക്കുക. തടിപ്പിച്ച് സ്വരഭാരത്തോടെ റാ ഉച്ചരിക്കുക. മുഹ്ലികൽ ഖുറാ.
وما كان ربك مهلك القرى മുഹ്ലിക പലപ്പോഴും ഹാ തെറ്റിപ്പോവാറുണ്ട് പലർക്കും. മുഹ്ലിക എന്ന് ഹാ പോലെയൊക്കെ ഉച്ചരിച്ചു പോകും, അത് സൂക്ഷിക്കേണ്ടതാണ്. وما كان ربك مهلك القرى القرى ഈ പദം ശ്രദ്ധിക്കുക. ഖാഫിനും റായിനും തഫ്ഖീം കൊടുക്കേണ്ട സന്ദർഭമാണ്. റായിന്റെ പ്രത്യേകത റായിന് മാത്രം മതിയാകുകയില്ല, റായിനെ ദീർഘിപ്പിക്കുന്ന അലിഫിലും തഫ്ഖീമാണ്. ഖുറാ ഖുറാ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഖുറാ റായിന്റെ ദീർഘാക്ഷരമായ അലിഫ്, അലിഫ് മഖ്സൂറാണ് ഇവിടെ. ഈ അലിഫിനും തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് ഉച്ചരിക്കണം എന്നർത്ഥം. وما كان ربك مهلك القرى حتى يبعث ഇവിടെ ബാഇന്റെ സുക്കൂൻ ഖൽഖല സൂറ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് വ്യക്തമാക്കണം. ആയിന് അതിന്റെ മഖ്റജിൽ നിന്ന് വ്യക്തമായി ഉച്ചരിക്കുക. എല്ലാ അക്ഷരങ്ങളും ഹത്ത ഹ വ്യക്തമാക്കുക. حتى يبعث في أمها في എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. യാഇനെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ദീർഘാക്ഷരമായ യാ ഒരു പദത്തിന്റെ അന്ത്യത്തിലും ഉമ്മിഹ എന്ന പദത്തിന്റെ ആദ്യത്തിൽ ഹംസ അടുത്ത പദത്തിന്റെ ആദ്യത്തിലും വന്നതാണ് ഈ ദീർഘത്തിനുള്ള കാരണം. മുൻഫസിൽ എന്നാൽ വേർപിരിഞ്ഞത് എന്നർത്ഥം. ഇവിടെ ദീർഘാക്ഷരവും ഹംസയും വേർപിരിഞ്ഞ് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ ദീർഘം ജായിസാണ് 4-5 ഹറക്കത്തിന്റെ അളവിൽ നൽകുകയോ അല്ലെങ്കിൽ 2 ഹറക്കത്തിന്റെ അളവിൽ മാത്രം മതിയാക്കുകയോ ചെയ്യാം. ഫീ ഉമ്മിഹ എന്നും മതിയാക്കാവുന്നതാണ്. ഉമ്മിഹ മീം മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. 2 ഹറക്കത്തിന്റെ അളവിൽ അതിന് ഉന്നത്ത് കൊടുക്കുക. ഫീ ഉമ്മിഹ അല്ലെങ്കിൽ ഫീ ഉമ്മിഹ റസൂല റാഇന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് റാഇ ഉച്ചരിക്കുക. رسولا يتلو عليهم آياتنا يتلو تاء محموس അക്ഷരമാണ്, ഷദീദാണ്. അലൈഹിം ആയിൻ ശ്രദ്ധിക്കുക. അന്ത്യത്തിൽ വന്ന സാക്കിനത മീമിനെ ഇദ്ഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. ആയാതിന ഹംസക്ക് ദീർഘമുണ്ട്, മദ്ദുൽ ബദൽ എന്ന് പറയപ്പെടുന്ന ദീർഘമാണെങ്കിലും പ്രത്യേകിച്ച് ഹുക്മുകളൊന്നും ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതില്ല. യത്ലു അലൈഹിം ആയാതിന എല്ലാ ദീർഘങ്ങളും ഒരേ അളവാണ്. എന്നിങ്ങനെ കൂടുതൽ നീട്ടരുത്, 2 ഹറക്കത്തിന്റെ അളവിൽ മാത്രം മതിയാക്കുക. ആയാതിന അത്ര മതി, അതിൽ കൂടുതൽ നീട്ടാൻ പാടില്ല. വമാ കുന്ന നൂൻ മുശദ്ദദയെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക, ശ്രദ്ധ നൽകപ്പെട്ട നൂൻ. വമാ കുന്ന മുഹ്ലിക്കിൽ ഖുറാ മുഹ്ലികീ എന്ന യാ മുഹ്ലികീന എന്ന് അവിടെ നൂൻ വ്യാകരണപരമായിട്ട് ആ നൂൻ ഹദ്ഫ് ചെയ്യപ്പെടുകയാണ്. എന്തിനു വേണ്ടി? ഇദ്വാഫത്തിന് വേണ്ടി. അവ പരസ്പരം ചേർത്ത് വായിക്കുവാൻ, ഒരു പദത്തെ മറ്റൊരു പദത്തിലേക്ക് ഇദ്വാഫത്ത് ചെയ്യുക, ചേർക്കുക എന്ന പ്രക്രിയ ഇവിടെ നടക്കുന്നതിനാൽ ആ ഇദ്വാഫത്തിന് വേണ്ടി നൂനിനെ ഹദ്ഫ് ചെയ്യുകയാണ്. അങ്ങനെ ഹദ്ഫ് ചെയ്യപ്പെട്ടപ്പോൾ ശേഷിച്ച യാഇൽ സുക്കൂനുണ്ട്. മുഹ്ലിക്കി എന്ന ദീർഘാക്ഷരമായ യാ സാക്കിനത്താണ്. അൽ ഖുറ എന്ന ലാമിനും സുക്കൂനാണ്. അപ്പോൾ 2 സുക്കൂനുകൾ ചേർന്ന് വരുന്നതിനാൽ യാഇനെ ഒഴിവാക്കിക്കൊണ്ട് ഇൽത്തിഖാഉ സാക്കിനൈൻ പരിഹരിക്കുവാൻ വേണ്ടി യാഇനെ ഉച്ചാരണത്തിൽ നിന്നും ഒഴിവാക്കി മുഹ്ലിക്കിൽ ഖുറ എന്ന് ഓതുകയാണ് വേണ്ടത്. അൽ ഖുറ നേരത്തെ വന്ന പദമാണ്. ഖാഫിന് തഫ്ഖീം, നിസ്ബിയ തഫ്ഖീം, റാഇന് പൂർണ്ണമായ തഫ്ഖീം, അതിന്റെ അലിഫിലും തഫ്ഖീം നിലനിർത്തുക. ഈ അലിഫിന് മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അപ്പോൾ വമാ കുന്നാ മുഹ്ലിക്കിൽ ഖുറാ
إلا وأهلها إلا وأهلها ഹാ വ്യക്തമായ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. അഖ്സൽ ഹൽഖ് തൊണ്ടയുടെ അങ്ങേയറ്റം എന്നതാണ് ഹാഇന്റെ മഖ്റജ്. വഅഹ്ലുഹാ ളാലിമൂൻ ളാലിമൂൻ ഇസ്തിഅലാഇന്റെ അക്ഷരമാണ്. തഫ്ഖീം ചെയ്യണം, തടിപ്പിച്ചുച്ചരിക്കണം. ളാഇനും അതിന്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കുക. എന്ന ശബ്ദം ളാ എന്ന് പറയരുത്. ളാ എന്ന നാവ് പൂർണ്ണമായും പല്ലിന്മേൽ അമർത്തി വെച്ച് പറയുന്ന രീതിയല്ല, അവിടെ നാവിനെ അകത്തി വെക്കുക. അതായത് റഖാവത്തുള്ള അക്ഷരം കൂടിയാണ് ളാ എന്നത് ശ്രദ്ധിക്കുക. ളാലിമൂൻ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وكم أهلكنا من قرية بطرت معيشتها فتلك مساكنهم لم تسكن من بعدهم إلا قليلا وكنا نحن الوارثين وما كان ربك مهلك القرى حتى يبعث في أمها رسولا يتلو عليهم آياتنا وما كنا مهلك القرى إلا وأهلها ظالمون